ആധുനിക കേരള രാഷ്ട്രീയത്തിൽ സി പി ഐക്ക് എന്ത് പ്രസക്തിയാണുള്ളത് എന്ന് സ്വയം വിമർശനപരമായി ചോദ്യം ചോദിച്ച സമ്മേളന പ്രതിനിധികളുടെ ആത്മരോക്ഷമാണ് ആലപ്പുഴയിലെ ശബ്ദമായി കേട്ടത്. പൊതുവെ നോക്കിയാൽ സി പി ഐയിലെ സമ്മേളന പ്രതിനിധികൾ വളരെ നിരാശരാണ്. പാർട്ടിയുടെ ഭാവിയെക്കുറിച്ച് അവർക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. പിന്നെ പാർട്ടി അംഗങ്ങൾ എന്ന നിലയിൽ അവരവിടെ വന്നു, ആ സമ്മേളനത്തിൽ പങ്കെടുത്തു, നിരാശരായിട്ട് ഒരു പ്രതീക്ഷയുമില്ലാതെ മടങ്ങിപ്പോയി എന്നുള്ളതാണ് വാസ്തവം. കേരള പോലീസിൻ്റെ പ്രവർത്തനം ശ്ലാഘനീയമാണ് എന്ന് വെണ്ടയ്ക്ക അക്ഷരത്തിൽ സെക്രട്ടറി അവതരിപ്പിച്ച റിപ്പോർട്ടിൽ അദ്ദേഹം എഴുതി ചേർക്കുകയാണ്. ഇത് വായിച്ച ഏതൊരാൾക്കും മനസ്സിലാകും ബിനോയ് വിശ്വം ഏത് ദിശയിലാണ് സഞ്ചരിക്കുന്നത് എന്ന്. അതിനെക്കുറിച്ച് സെക്രട്ടറിയുടെ റിപ്പോർട്ടിന് യാതൊരു പ്രസക്തിയോ പ്രാധാന്യമോ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെ രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള, അതും ഒട്ടും കമ്പാറ്റബിലിറ്റി ഇല്ലാത്ത രണ്ട് ഗ്രൂപ്പുകൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിനപ്പുറത്തോട്ട് മറ്റു കാര്യങ്ങളൊന്നും ആലപ്പുഴ നടന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഒരു പ്രതീക്ഷയുമില്ലാതെ സമ്മേളന പ്രതിനിധികൾ മടങ്ങിപ്പോവുകയും ചെയ്തു. ആരെ അവർ പ്രതീക്ഷിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നയിക്കാൻ ശക്തനായ ഒരു നേതാവ് ഉണ്ടെങ്കിലേ അണികൾക്ക് പ്രതീക്ഷ വരൂ, പ്രവർത്തകർക്ക് പ്രതീക്ഷ വരൂ. നിർഭാഗ്യവശാൽ സി പി ഐ നയിക്കാൻ ശക്തനായ ഒരു നേതാവല്ല താനെ എന്ന് ബിനോയ് വിശ്വം തെളിയിച്ച് കഴിഞ്ഞതാണ്. അതിൻ്റെ ഭാഗമാണ് അദ്ദേഹം കേരള പോലീസിനെ ശ്ലാഘിച്ചുകൊണ്ട് ഉള്ള അദ്ദേഹം റിപ്പോർട്ടിൽ എഴുതി ചേർത്തത്. ആകപ്പാടെ ഒരു വിമതശബ്ദം കേട്ടത് കെ ഇസ്മയിലിൻ്റെയാണ്. കെ ഇസ്മയിലാകട്ടെ ബിനോയ് വിശ്വവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ബിനോയ് വിശ്വത്തിലൊരു പ്രതിയോഗിയല്ല, യാതൊരു ജനകീയമായ അടിത്തറയുമുള്ള ആളല്ല കെ ഇസ്മയിൽ. പൊതുസമൂഹത്തിന് അത്ര വലിയ അംഗീകാരമുള്ളൊരു നേതാവുമല്ല കെ ഇസ്മയിൽ. കെ ഇസ്മയിൽ സി പി ഐയിലെ ഒരു ദുർബലമായ സാന്നിധ്യം ഇതിനപ്പുറത്ത് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം സമ്മേളന സ്ഥലത്ത് വന്ന് അദ്ദേഹം നിൽക്കുന്നുണ്ട് എന്നറിഞ്ഞ് ബിനോയ് വിശ്വം ഒരു കാര്യം പറഞ്ഞു. സമ്മേളന സ്ഥലത്ത് ആർക്കും വരാം, പക്ഷേ ഹാളിന് പുറത്ത് ഒരു മാവുണ്ട്, ആ മാവിൻ്റെ ചുവട്ടിൽ വരെ കെ ഇസ്മയിലിന് വരാൻ പറ്റുള്ളൂ. എന്നാൽ മാവിൻ്റെ ചുവട്ടിൽ നിന്ന് കുറച്ച് നേരം സമ്മേളനത്തിലെ പ്രതിനിധികൾ പറയുന്നതൊക്കെ മൈക്കിൽ കേൾക്കാമെങ്കിൽ കേട്ടിട്ട് മടങ്ങിക്കൊള്ളാനാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യമുണ്ട്. കെ ഇസ്മയിലിൻ്റെ ഗ്രൂപ്പുകാരായ ചില ആത്മാക്കൾ ഈ ഹാളിനകത്ത് ഉണ്ടായിരുന്നു. അവരുടെ മനസ്സ് തേങ്ങുകയായിരുന്നു. മാഞ്ചുവട്ടിൽ കെ ഇസ്മയിൽ എന്ന് പറയുന്ന അവരുടെ നേതാവ് നിൽക്കുന്നുണ്ട്. അവരെ നിശബ്ദമായിട്ട് പാടുകയായിരുന്നു. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാഞ്ചുവട്ടിൽ. പാട്ട് പാടിയില്ലെങ്കിൽ, പാട്ട് ശരിയായ പാട്ടല്ലെങ്കിൽ അതിന് സംഗീതമോ ശ്രുതിശുദ്ധിയോ ഒന്നുമില്ല. അതുകൊണ്ട് ദയവായിട്ട് അത് ക്ഷമിക്കുക. പാട്ട് അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, പാടിയതല്ല, പറഞ്ഞതാണ്. എന്തായാലും ശരി, കെ ഇസ്മയിൽ സമ്മേളന ഹാളിന് പുറത്തുള്ള മാവിൻ്റെ ചുവട്ടിൽ കടപ്പുറത്ത് കറുത്തമ്മയെ കാത്തിരുന്ന പരീക്കുട്ടിയെ പോലെ കുറച്ചു നേരം നിന്നു. അതേ അങ്ങ് മടങ്ങിപ്പോവുകയും ചെയ്തു. അതിനപ്പുറത്ത് ഈ സമ്മേളനത്തിൽ പ്രത്യേകിച്ച് ഒരു കാര്യവും സംഭവിച്ചില്ല. പക്ഷേ നമ്മൾ ഗൗരവമായിട്ട് എടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ സമ്മേളനത്തിൽ ഉയർന്ന ചില വിമർശനങ്ങൾ, എല്ലാ വിമർശനങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല. രണ്ട് വിമർശനമാണ് സമ്മേളനത്തിൽ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത്. അതിലെ സമ്മേളനത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സി പി ഐ എന്ന പാർട്ടിയുടെ പേര് പോലും പറഞ്ഞില്ല എന്നുള്ളതാണ് പാർട്ടി പ്രതിനിധികളുടെ പരാതി. മറിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ, എന്തിനാണ് സി പി ഐയുടെ പേര് പിണറായി വിജയൻ പറയുന്നത്? അദ്ദേഹം ഒരിക്കൽ ചോദിച്ചു. അദ്ദേഹം സി പി എം പാർട്ടി സെക്രട്ടറി ആയിട്ട് ഈ സമയത്ത് അദ്ദേഹം 2009 പൊന്നാനിയിൽ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ പൊന്നാനി സീറ്റ് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് സി പി ഐ കടുത്ത നിലപാട് സ്വീകരിച്ചു. പിണറായി വിജയൻ വളരെ സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിച്ചു, പൊന്നാനിയിൽ നിങ്ങൾക്ക് എത്ര വോട്ടുണ്ട്? സി പി ഐക്ക് പൊന്നാനിയിൽ എത്ര വോട്ടുണ്ട്? ഉത്തരമില്ലായിരുന്നു. 2025 ആലപ്പുഴ വന്ന പിണറായി വിജയനും ചോദിക്കുന്ന ചോദ്യം അതാണ്, നിങ്ങൾക്ക് എത്ര വോട്ടുണ്ട് സഖാക്കളെ? വോട്ടില്ലാത്തവരെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യം എന്താണ്? അവരെ അംഗീകരിച്ചിട്ട് കാര്യം എന്താണ്? അവരുടെ പേര് നിരന്തരമായിട്ട് പറഞ്ഞിട്ട് കാര്യം എന്താണ്? ഒരു കാര്യമില്ല. അതിനർത്ഥം സി പി ഐ കേരള രാഷ്ട്രീയത്തിലെ വളരെ ദുർബലമായൊരു സാന്നിധ്യമാണ് എന്ന് പിണറായി വിജയൻ അറിയാവുന്നത് കൊണ്ടാണ് അദ്ദേഹം സി പി ഐയുടെ പേര് പറയാതിരുന്നത്. അതേത് പാർട്ടിയുടെയും ഗതി അതായിരിക്കും. സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് ആണ് രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പാർട്ടിക്ക് കരുത്തുണ്ടെങ്കിലല്ലേ പാർട്ടിയെ അംഗീകരിക്കുള്ളൂ. പാർട്ടിയെ കരുത്തനായ ഒരു നേതാവാണ് നയിക്കുന്നതെങ്കിലും പാർട്ടിയെ അംഗീകരിക്കും. ഒരുപക്ഷെ പാർട്ടി ചെറുതായിരിക്കും, നേതാവ് കരുത്തനായിരിക്കും. അതാണല്ലോ സഖാവ് ബേബി ജോൺ RSPയെ നയിച്ചുകൊണ്ടിരുന്നത്. കേരള കിസിഞ്ചർ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്.
ഒരുപാട് കേരള കോൺഗ്രസ് ഉണ്ടായിരുന്നെങ്കിലും കെ എം മാണി സാറിനെ ആളുകൾ വിളിക്കുന്ന മാണി സാർ എന്നാണ്. അദ്ദേഹത്തിനെ കെ എം മാണി എന്നാരും വിളിക്കാറില്ല. അതാ വ്യക്തിയുടെ വ്യക്തിപ്രഭാവം, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമാണ്. അത്തരം ഒരു സാന്നിധ്യം നിർഭാഗ്യവശാൽ സൃഷ്ടിച്ചെടുക്കുവാൻ ബിനോയ് വിശ്വത്തിന് CPI കഴിഞ്ഞില്ല. അപ്പം അതുകൊണ്ട് പാർട്ടിയുടെ പേര് പറഞ്ഞതിൽ സഹാക്കൾ ദുഃഖിച്ചിട്ട് ഒരു കാര്യമില്ല. പാർട്ടിയുടെ പേര് പറയണമെങ്കിൽ CPI ശക്തമാകണം. അതിനുള്ള സാധ്യത ഇന്നത്തെ നേതൃത്വത്തിൻ്റെ രീതിയിൽ വളരെ കുറവാണ് എന്നാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നത്. ഇനി രണ്ടാമത്തെ വിമർശനം MN സ്മാരകം വാടകയ്ക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് അവരുടെ പരാതി, പ്രതികളുടെ പരാതി. എന്തുകൊണ്ടാണ് MN സ്മാരകം വാടകയ്ക്ക് കൊടുക്കുന്നത്? ബിനോയ് വിശ്വം എക്കണോമിക്സ് പഠിച്ച ഒരാളാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമാണ്, അദ്ദേഹത്തിൻ്റെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമാണ് MN സ്മാരകം വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. CPI എങ്ങോട്ടാണ് പോകുന്നതെന്ന് ബുദ്ധിമാനായ ബിനോയ് വിശ്വത്തിന് അറിയാം. അതായത് 2026 കഴിഞ്ഞാൽ പാർട്ടിക്ക് വരുമാനം വേണ്ടേ? പാർട്ടി ഫണ്ട് കൊണ്ട് മാത്രം പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ? പാർട്ടി ഫണ്ട് ജനങ്ങളിൽ നിന്നാണ് പിരിക്കേണ്ടത്. ജനങ്ങളിൽ നിന്ന് പാർട്ടി ഫണ്ട് പിരിക്കാൻ ആര് പോകും? പാർട്ടി ഫണ്ട് കൊടുക്കാൻ എത്ര ജനം തയ്യാറാകും? കിട്ടുന്ന നാമമാത്രമായ ഫണ്ട് കൊണ്ട് കാര്യങ്ങളൊക്കെ നടത്തി പോകാൻ കഴിയുമോ? അപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം തീരുമാനിച്ചു MN സ്മാരകം വാടകയ്ക്ക് കൊടുക്കാൻ. CK ചന്ദ്രപ്പൻ്റെ പേരിലൊരു സ്മാരകം കുളനട പത്തനംതിട്ട കൊട്ടാരക്കരയ്ക്ക് അടുത്തുണ്ട്. അതും വാടകയ്ക്ക് കൊടുക്കാവുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം ഈ 2026 കഴിയുമ്പോൾ പാർട്ടി നേതാക്കന്മാർക്ക്, ചുരുങ്ങിയ പക്ഷം സംസ്ഥാന നേതാക്കന്മാർക്കെങ്കിലും തിരുവനന്തപുരത്ത് വരണം. അതിനവർക്ക് വണ്ടിക്കൂലി വേണം, മറ്റ് ചെലവ് കാശ് വേണം. ഇതിനൊക്കെ ചക്രം വേണ്ടേ? അതിനെവിടെ ഇരിക്കുന്നു? അപ്പം അതുകൊണ്ട് ബിനോയ് വിശ്വം, അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം അഴിമതിക്കാരനല്ല എന്നുള്ളതാണ്. അദ്ദേഹം ബിനോയ് വിശ്വം കൃത്യമായിട്ട് വാടക കൊടുത്തൊരു വരുമാനം ഉണ്ടാക്കാൻ ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ ബിസിനസ് നയത്തിൻ്റെ ഭാഗമാണ്. അതിലൊരു തെറ്റുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നും അവിടെ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. CPI 2 തരത്തിലുള്ള സഖാക്കളുണ്ട്. നമ്മുടെ നാട്ടിൽ പറയുന്നത് പോലെ സമ്പത്ത് കാലത്ത് തൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാവത്ത് തിന്നാം, ഇതാണ് പറയുന്നത്. സമ്പത്ത് കാലത്ത് 10 തൈ വെച്ച CPI നേതാക്കന്മാരോ CPI അണികളോ കുറവാണ്. മറ്റ് പല പാർട്ടികളെ അപേക്ഷിച്ച് CPI നേതാക്കന്മാർ വളരെ കുറവാണെന്ന് പറയാൻ സംശയിക്കേണ്ട കാര്യമില്ല. എന്നാൽ ചില അതിബുദ്ധിമാന്മാരായ നേതാക്കന്മാർ സമ്പത്ത് കാലത്ത് തൈ പത്ത് വെച്ചവരുണ്ട്. അവർ 2026 കഴിയുമ്പോൾ ആപത്ത് കാലത്ത് അവർക്ക് വരാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അവർ ഇന്നോവ ക്രിസ്റ്റയിൽ സമ്മേളന സ്ഥലത്ത് എത്തിച്ചേരും. അതല്ലെങ്കിൽ വന്ദേ ഭാരതത്തിൻ്റെ എക്സിക്യൂട്ടീവ് ക്ലാസ്സിൽ അവർ അവിടെ എത്തിച്ചേരും. പക്ഷേ ഭൂരിപക്ഷം നേതാക്കന്മാർക്കും അത് കഴിയില്ല. അതറിഞ്ഞുകൊണ്ടാണ് MN സ്മാരകം വാടകയ്ക്ക് കൊടുത്ത് അത്യാവശ്യം പാർട്ടി പ്രവർത്തിക്കാനുള്ള ഫണ്ട് ഉണ്ടാക്കാം എന്ന് ബിനോയ് വിശ്വം കരുതിയത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ പ്രവൃത്തി നമ്മൾ ഈ പോലീസ് നയം പോലെ ശ്ലാഘനീയമാണ് എന്ന് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയില്ല. ഇനി മറ്റൊരു കാര്യമുള്ളത്, CPI ദേശീയ പദവി നഷ്ടപ്പെട്ടു. ഇനി സംസ്ഥാന പദവി അത് ഇങ്ങനെ നിലനിർത്താൻ എത്ര കാലം കഴിയും? ബുദ്ധിമുട്ടാണ്. CPI ഇന്നത്തെ പോക്കിൽ CPIക്ക് കേരള രാഷ്ട്രീയത്തിൽ തനതായ ഒരു സ്ഥാനം ഉറപ്പിച്ചെടുക്കുക ബുദ്ധിമുട്ടാണ്. അതിന് സ്പേസ് കേരളത്തിലില്ല. അതാണ് അതിൻ്റെ കാര്യം. CPM നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയത്തിൽ, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് CPIക്ക് ഒരു ഇടം കിട്ടുന്നത്? ആന്റണി രാജുവിൻ്റെ കേരള കോൺഗ്രസ് പോലോ, അല്ലെങ്കിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ കോൺഗ്രസ് എസ് പോലോ, അതല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് പോലോ ഒരു സാന്നിധ്യമായിട്ട് നിൽക്കാൻ കഴിയുന്നതിനപ്പുറത്തോട്ട് CPIക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതാണ് വാസ്തവം. അപ്പോൾ അതുകൊണ്ട് CPIയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയിൽ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ CPIയുടെ മുന്നിൽ 3 മാർഗങ്ങളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലെ നമ്പർ 1, ബിനോയ് വിശ്വം ആഗ്രഹിക്കുന്നത് പോലെ LDFിൽ തുടരുക എന്ന് പറഞ്ഞാൽ LDFിൽ തുടരുമ്പോൾ അത് ആത്മഹത്യാ മുനമ്പിൻ്റെ വക്കിലിരിക്കുന്നത് പോലെയുള്ളൂ. പക്ഷേ അവിടെ ഇരിക്കാം. എപ്പോഴും ആത്മഹത്യ ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ പിന്നെ സൗകര്യമുണ്ട്. കയറും ബിഷപ്പും തിരക്കി നടക്കേണ്ട കാര്യം ആത്മഹത്യാ മുനമ്പിൻ്റെ വക്കിൽ തന്നെ ഇരിക്കുകയാണല്ലോ. പക്ഷേ ആത്മഹത്യാ മുനമ്പിൻ്റെ വക്കിൽ മാന്യമായിട്ട് തുടരണമെങ്കിൽ പോലും എത്ര വോട്ടുണ്ടെന്ന് തെളിയിക്കണം. അതാണ് 2009 പൊന്നാനി തെരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടത്തിൽ പിണറായി വിജയൻ ചോദിച്ച ചോദ്യം. അതിലെന്താ തെറ്റ് പറയാൻ പറ്റുക? വോട്ടില്ലാത്തൊരു പാർട്ടിയെ എങ്ങനെ അംഗീകരിക്കപ്പെടും? അപ്പോൾ അതുകൊണ്ട് ഒരു മാർഗമുള്ളത്, ഒരു കാര്യസ്ഥൻ്റെ റോളിൽ, പരമാവധി വിശ്വസ്തനായ ഒരു കാര്യസ്ഥൻ്റെ റോളിൽ
ഈ ആത്മഹത്യാ മുനമ്പിൽ LDFിലെ ആത്മഹത്യാ മുനമ്പിൽ CPIക്ക് തുടരാം എന്നുള്ളതാണ് ആദ്യത്തെ മാർഗം. ഇനി രണ്ടാമത്തെ മാർഗം UDFിലേക്ക് പോകാം. UDFിനെ നയിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. UDFിലേക്ക് ചെന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് CPIക്ക് റെഡ് കാർപ്പറ്റ് വെൽക്കം കൊടുക്കും. കാരണം അച്യുതമേനോൻ്റെ സർക്കാർ കേരളം ഭരിക്കുന്ന സമയത്ത് CPIയും കോൺഗ്രസും ചേർന്നാണ് ഭരിച്ചത്. നല്ല ഒന്നാമതൊരു ഗവൺമെൻറ് ആയിരുന്നു അത്. അടിയന്തരാവസ്ഥയുടെ ചില ബഹളങ്ങളൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞാലും ആ ഗവൺമെൻറ് നല്ല ഒന്നാം തരം ഗവൺമെൻറ് ആയിരുന്നു അച്യുതമേനോൻ്റെ ഗവൺമെൻറ്. അന്ന് കരുണാകരനെ പോലെ ശക്തനായ ഒരു കോൺഗ്രസ് നേതാവും അച്യുതമേനോനും ചേർന്നാണ് അവിടെ ഭരണം നടത്തിയത്. കൊച്ചു കൊച്ചു പ്രശ്നങ്ങളൊക്കെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ നല്ല ഭരണമായിരുന്നു ആ ഭരണം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ കോൺഗ്രസിലേക്ക് UDFിലേക്ക് ചെന്നാൽ കോൺഗ്രസ്സുകാർ നല്ല റെഡ് കാർപ്പറ്റ് വെൽക്കം കൊടുക്കും. പിന്നെ UDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷി മുസ്ലിം ലീഗാണ്. CPIയോട് എന്നും അവരെ ആഭിമുഖ്യം പുലർത്തിയിട്ടുള്ളവരാണ് ഈ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ. പൊതുവെ പാണക്കാട് തങ്ങളന്മാർ വളരെ മാന്യന്മാരാണ്. ലീഗ് നേതൃത്വത്തിൽപ്പെട്ട ആളുകളും പൊതുവെ മാന്യന്മാരാണ് ലീഗിൻ്റെ നേതാക്കന്മാർ. മതഭ്രാന്തന്മാരായ ചിലർ ലീഗിലില്ല എന്ന് ഞാൻ പറയുന്നില്ല, തീർച്ചയായിട്ടും അവരുണ്ട്. അവർ ലീഗിന് എന്നും തലവേദനയായിരിക്കും, ഇന്നും തലവേദനയായിരിക്കും, നാളെയും തലവേദനയായിരിക്കും. അത് അങ്ങനെ തുടർന്നോട്ടെ. എങ്കിലും ലീഗിൻ്റെ നേതൃത്വം പൊതുവെ മാന്യന്മാരാണ്. അവരും തീർച്ചയായിട്ടും CPIയെ സ്വാഗതം ചെയ്യും. അവരും അച്യുതമേനോൻ ഗവൺമെൻറ്റിൽ ലീഗിൻ്റെ സാന്നിധ്യവും ഉണ്ടായിരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും UDFിൽ ചെന്നാലൊരു റെഡ് കാർപ്പറ്റ് വെൽക്കം കിട്ടും എന്ന് മാത്രമല്ല, നിങ്ങളുടെ കയ്യിൽ എത്ര വോട്ടുണ്ട് എന്ന് തെളിയിക്കാനായിട്ട് UDFിലെ ഒരു നേതാവും പറയില്ല എന്നുള്ളതാണ് ഒരു ഗുണം. ഇതിലെല്ലാം വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ ചുണ്ടൻ വള്ളത്തിൽ ഈ പാട്ടുകാരന് നിൽക്കുന്ന ഒരു റോൾ അങ്ങ് CPI വഹിച്ചാൽ മതി. പാട്ടുകാരൻ ഇങ്ങനെ പാടിയാൽ മതി. നല്ല ആരോഗ്യമുള്ള തുഴച്ചിലുകാരുണ്ട്, അവരെ തുഴഞ്ഞ് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചോളും. ഇപ്പോൾ UDFിലെ നല്ല ആരോഗ്യമുള്ള തുഴച്ചിലുകാരെ തുഴഞ്ഞോളും. നമ്മുടെ വോട്ട് എത്ര ഉണ്ടെന്നും പറയേണ്ട, ഒരു പാട്ടുമൊക്കെ പാടി അവിടെ നിന്നാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാം എന്നുള്ളതാണ് UDFിലെത്തിയാലുള്ള ഗുണം. ഇനി മൂന്നാമത് ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഇന്ത്യയുടെ ആത്മാവ് തൊട്ടറിയുന്ന ഒരു രാഷ്ട്രീയ നയസമീപനം സ്വീകരിക്കണം. ഇന്ത്യയുടെ സംസ്കാരം, ഇന്ത്യയുടെ പാരമ്പര്യം, ഇന്ത്യക്കാരൻ്റെ മനസ്സിലെ ദേശാഭിമാനം, ദേശീയത, ഇത് തിരിച്ചറിഞ്ഞ ഒരു പുതിയ പാർട്ടിയായി CPI മാറണം. അതിന് ബിനോയ് സഖാവിനെ കൊണ്ട് പറ്റില്ല. അതിന് പറ്റണമെങ്കിൽ സഖാവ് മുല്ലക്കര രത്നാകരൻ പാർട്ടിയെ നയിക്കാൻ വരണം. അദ്ദേഹത്തോടൊപ്പം പന്ന്യൻ രവീന്ദ്രനും വന്നാൽ ഇന്ത്യയുടെ ആത്മാവിനെ സ്പർശിക്കുന്ന സമകാലിക രാഷ്ട്രീയം, അതിൻ്റെ യാഥാർത്ഥ്യം അത് ഉൾക്കൊണ്ട് ഇന്ത്യൻ സാഹചര്യത്തിനനുസരിച്ച് അതിനെ ഡിഫൈൻ ചെയ്യാൻ കഴിയുന്ന, വ്യാഖ്യാനിക്കാൻ കഴിയുന്ന ഒരു കൃത്യമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയിൽ തുടരാൻ കഴിയും. പക്ഷേ അതിനുള്ള ബുദ്ധിയോ ദീർഘവീക്ഷണമോ CPIയിൽപ്പെട്ട ഒരാൾക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണുള്ള സാധ്യത വളരെ വിരളമാണെങ്കിലും മൂന്നാമത്തെ ഒരു സാധ്യത എന്ന നിലയിൽ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് ദുഃഖമുണ്ട്. കേരള സമൂഹത്തിന് അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിന് എന്നും അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരുപിടി നല്ല നേതാക്കന്മാരെ സംഭാവന ചെയ്ത പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. അച്യുതമേനോൻ, M.M. ഗോവിന്ദൻ നായർ, TV തോമസ്, V.V. രാഘവൻ, E. ചന്ദ്രശേഖരൻ നായർ. ഈ പാർട്ടിയുടെ ശരിക്കും അതിൻ്റെ ഒരു തകർച്ച തുടങ്ങുന്നത് P.K. വാസുദേവൻ നായർ മുഖ്യമന്ത്രി പദവി രാജിവെച്ച് LDFിലെത്തി മുഖ്യ കാര്യസ്ഥൻ്റെ റോൾ ഏറ്റെടുക്കാൻ തീരുമാനിച്ചതോടെ പാർട്ടിയുടെ പതനം ആരംഭിച്ചു. കുറച്ചു കാലത്തേക്ക് ഈ പാർട്ടിയെ നിലനിർത്തിക്കൊണ്ടുപോയത്, ആ പാർട്ടിയുടെ ഐഡൻറ്റിറ്റി നിലനിർത്തിക്കൊണ്ടുപോയത് C.K. ചന്ദ്രപ്പൻ എന്ന ഏക കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി മാത്രമായിരുന്നു. ഇന്ന് അതൊക്കെ ഒരു ഗതകാല സ്മരണകളാണ്. CPIയെക്കുറിച്ച് ഓർക്കുന്ന എൻ്റെ തലമുറയിൽപ്പെട്ട ആളുകൾക്കൊക്കെ ഈ ഗതകാല സ്മരണകൾ മാത്രമേ ഉള്ളൂ. സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളോട് സംവദിക്കാൻ കഴിയാത്ത ഭീരുക്കളായ ഒരുപറ്റം ആളുകൾ നയിക്കുന്ന ഒരു പ്രസ്ഥാനമായി CPI മാറി എന്നുള്ളതിൽ കേരളത്തിലെ സാധാരണ ജനങ്ങളെപ്പോലെ, സാധാരണക്കാരെ പോലെ ഞാനും നിരാശയുള്ള ഒരാളാണ്. CPI എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ പ്രസക്തി ഉണ്ടായിരുന്നു. അത് പ്രയോജനപ്പെടുത്താൻ അവർ കഴിഞ്ഞില്ല, ഇപ്പോഴും പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എൻ്റെ ദുഃഖം, ഒരു സമയത്ത് പന പോലെ മേലോട്ട് വളർന്നു വന്ന CPI ഇപ്പോൾ പടവലങ്ങ പോലെ താഴോട്ട് വളരുന്നു എന്നാണ് പാർട്ടി സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം പറയുന്നത്. അത് സത്യമാണ്, പക്ഷേ അത് പടവലങ്ങ പോലെ താഴോട്ടാണ് വളരുന്നത് എന്ന് മാത്രം. എന്തായാലും ശരി, സഖാവ് ബിനോയ് വിശ്വത്തിന് എൻ്റെ വിപ്ലവാഭിവാദ്യങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ.
ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.